കളം കാവൽ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. ബിക്കോസ് ദ വൺ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ മെഗാ ആക്ടർ മമ്മൂക്കയുടെ തിരിച്ചു വരവ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ദ കം ബാക്ക് ഓഫ് ദ കിങ്? ദ സിമ്പിൾ ആൻസർ ഈസ് യെസ്, ഇറ്റ് ഈസ്. ഓ മൈ ഗോഡ്, വാട്ട് എ ഫ്രിക്കിംഗ് പെർഫോമൻസ്! ഈ പടത്തിലെ ആ മനുഷ്യൻ്റെ അഭിനയത്തിനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല. അത്രേ ഉള്ളൂ. ലൈക്ക് ഐ ആം ജെന്യുവൻലി സ്പീച്ച്ലെസ് അബൌട്ട് ഹിസ് പെർഫോമൻസ് ഇൻ ദിസ് മൂവി. ലൈക്ക് ആ മനുഷ്യന് അഭിനയത്തിനോട് ഒബ്സഷനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പിന്നെയും ഓരോ റോളുകളിലൂടെ ആ മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹി ഈസ് ഈസിലി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ്, നോട്ട് ജസ്റ്റ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഓർ ഈവൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, വേൾഡ് സിനിമയെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് ഞാൻ പറയാൻ തരാം കറൻ്റ്ലി. അമ്മാതിരി റോളുകൾ ആ മനുഷ്യൻ ലാസ്റ്റ് 5 years ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സിനിമയത്തെ റോളും അതിൽ കൂട്ടാൻ പറ്റും. ലൈക്ക് ആ ഒരു മനുഷ്യന് വേണ്ടി പ്ലീസ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ബിക്കോസ് ആ ലെവലിലാണ് ആ മനുഷ്യൻ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഫോർ മമ്മൂക്ക, ഗോ വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ലൈക്ക് സ്ട്രേറ്റ് അപ്പ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശരി തന്നെയാണ്, വളരെ ഓണസ്റ്റായി പറഞ്ഞാൽ ഈ പടത്തിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല ഞാൻ പറയില്ല. ബട്ട് അറ്റ് ദ ഡേ വളരെ നീറ്റായിട്ട് എടുത്ത് വെച്ച ഒരു കിഡിലൻ സ്ലോ ബേൺ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിട്ടാണ് എനിക്ക് കളങ്കാവൽ ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ തന്നെയാണ് ഈ പടത്തിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന പടത്തിൽ നിന്നും കിഡിലൻ പടം എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പിക്കുന്നത്. ബട്ട് സ്റ്റിൽ ദർ ആർ ഓൾസോ ലോട്ട്സ് ഓഫ് അതർ പോസിറ്റീവ്സ്. ലൈക്ക് വിനായകൻ, സത്യം പറയില്ല ഈ പടത്തിൽ ഞാൻ വിനായകനെ കണ്ടില്ല. അഥവാ വിനായകൻ കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടറായി മാറി. ആ മനുഷ്യൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, എടുത്ത് പറയണം. അതുപോലെ എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും ഗംഭീരമായിരുന്നു. കുറേ ഫീമെയിൽ ആക്ട്രസസ് ഉണ്ട്, അവരൊക്കെ നന്നായി ചെയ്തു. പിന്നെ ടെക്നിക്കലി പടം നന്നായിരുന്നു, നൈസായിരുന്നു. എനിക്ക് ആകെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ പടത്തിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് ഭയങ്കര ഒരുമാതിരി പരിപാടിയായി പോയി. ലൈക്ക് കൊറിയോഗ്രാഫി ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഭയങ്കര ചോപ്പി ആൻഡ് ഓക്വേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ആണ്. ടെക്നിക്കലി ആ ഒരു ഫൈറ്റ് സീൻ ഭയങ്കര വീക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് എടുത്തു പറയേണ്ട വേറൊരു പേരാണ് മജീദ്. ഐ മീൻ വാട്ട് ക്യാൻ ഐ സേ? എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസീഷ്യൻസ് കറൻ്റ്ലി വർക്കിംഗ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയാൻ തരായിരുന്നു. ഈ ഒരു പടം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുത്തിരിക്കുന്നു. വാട്ട് എ വർക്ക്! ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേറെ ലെവല്. എൻ്റെ അമ്മ, ഇൻ്റർവെൽ സീനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതൊക്കെ സീനായിരുന്നു. അതുപോലെ ഈ പടത്തിൽ കുറേ കിടിലൻ മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അഥവാ കിടിലൻ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതൊരു പക്കാ ഫാസ്റ്റ് ബേസ്ഡ് കമേഴ്ഷ്യൽ പടമാണെന്നുള്ള പ്രതീക്ഷയോടെ പോയത്. കുറേ വിസിലടിക്കാനൊന്നും ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. പിന്നെ എടുത്ത് പറയുന്നത് ഒരു സ്ലോ പേസ്ഡ് ഗ്രൗണ്ടഡ് ത്രില്ലറാണ്. നിങ്ങൾ ആ ഒരു സാധനം പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ, അതിനോട് നിങ്ങൾക്ക് കണക്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ലാഗായി തോന്നാം, ബോറടിപ്പിക്കാം, അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകണം, നന്നായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് സീനുകളും മൊമെൻറ്റ്സും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും, നമ്മൾ അറിയാണ്ട് ക്ലാപ്പ് അടിച്ചു പോകും. ബിക്കോസ് ആ ഒരു രീതിയിലാണ് അവർ ആ സീൻസ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു രീതിയിലാണ് അവരത് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് സീൻസ് ഡെഫിനറ്റ്ലി ഈ പടത്തിലുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു സീൻ, അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, ഒരു ട്വിസ്റ്റാണ്. ബട്ട് അത് എവിടെയാണെന്നോ അത് എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് പക്ഷേ ഒരു ഒന്നൊന്നര പരിപാടി തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചില്ല. അത് തിയേറ്ററിൽ നല്ല ഓളം സൃഷ്ടിച്ചു. അതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നൈസായിരുന്നു. അത് നിങ്ങൾ സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏസിനെ പറ്റിയിട്ട് പറയുന്നത്. ബട്ട് ഗോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ടു ഫൈൻഡ് ദാറ്റ് ഔട്ട്. ആൻഡ് പിന്നെ അതന്നെ പടത്തിലെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ആ ഒരു ഫൈറ്റ് സീൻ, അതുപോലെ ഇതിന് മുന്നേ നമ്മൾ കുറേ വട്ടം കണ്ട കഥ തന്നെയാണ്. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, അത് ഇത്രയും ഗംഭീരമായി ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഒരു പുതിയൊരു ഡിഫറെൻറ്റ് ലെയർ ആഡ് ചെയ്യണമെങ്കിൽ പോലും ആ ഒരു ഫാക്ടർ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിന് മുന്നേ കണ്ട കഥ തന്നെയാണ്. അപ്പോൾ പുതുമ പ്രതീക്ഷ പോകുന്ന ആൾക്കാരെ ചിലപ്പോൾ ഈ സിനിമ ചിലപ്പോൾ നിരാശപ്പെടുത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ ഇറ്റ്സ് എ സ്ലോവർ പേസ്ഡ് മൂവി, അതും ചിലപ്പോൾ കുറേ പേർക്ക് വർക്കാവണമെന്നില്ല. അങ്ങനത്തെ കുറച്ച് ഫ്ലോസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതൊരു കിടിലം പടമായിട്ട് തോന്നുന്നു. എനിക്ക് ഈ പടത്തിൻ്റെ സ്ലോ പേസിങ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. അതുപോലെ ഈ പടത്തിൽ പുതുമയില്ല എന്ന് പറയുന്ന കാര്യം എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നില്ല. ബിക്കോസ് ഞാൻ പ്രതീക്ഷ പോയത് മമ്മൂട്ടിയുടെ ഒരു ഗംഭീര ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചു വരവായിരുന്നു. അതെനിക്ക് കിട്ടി മാൻ. അതിൻ്റെ മുകളിൽ എനിക്കൊരു വളരെ നീറ്റായിട്ട് എടുത്ത് വെച്ചൊരു സ്ലോ ബേൺ ഗ്രൗണ്ടഡ് ത്രില്ലറും കൂടി കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഐ ആം 100% ഹാപ്പി വിത്ത് ദിസ് മൂവി. ആൻഡ് ഐ വുഡ് അഗൈൻ മമ്മൂക്കയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ് മാൻ. ലൈക്ക് ഈ കറൻറ്റ് സ്റ്റാറ്റസിൽ ഹി ഡിസേർവ്സ് ഓൾ ദ പ്രേസ്, ഹി ഡിസേർവ്സ് ഓൾ ദി അപ്രീഷിയേഷൻ. ആൻഡ് ഐ ജെനുവൻലി തിങ്ക് ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.